ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള അപകടങ്ങൾ സംസ്ഥാനത്ത് തുടർക്കഥയാവുകയാണെന്ന പ്രതിപക്ഷം. സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെയാണ് നിർമ്മാണം നടക്കുന്നത്. ആലപ്പുഴയിൽ ഗർഡർ ഇളകി വീണ് ഒരാൾ മരിച്ചിട്ട് അധിക ദിവസമായില്ല. അതിനു പിന്നാലെ കൊല്ലം കൊട്ടിയത്ത് ദേശീയപാതയുടെ ഭിത്തി തകർന്നു വീണു. സർവീസ് റോഡ് ഇടിഞ്ഞതാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഒഴിവായത്. ദേശീയപാത നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ദേശീയപാത അതോറിറ്റിയുടെയും ശ്രദ്ധയിൽ പലതവണ കൊണ്ടുവന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തുടനീളം ദേശീയപാത തകർന്നു വീണിട്ടും കേരള സർക്കാരിന് മാത്രം ഒരു പരാതിയുമില്ല. അപകടമുണ്ടാകുമ്പോൾ മാത്രം ഇടപെട്ടിട്ട് കാര്യമില്ല. ദേശീയപാത നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് എടുക്കുന്നവരും റെയിൽ സെറ്റ് ആഘോഷിക്കുന്നവരും അപകടത്തിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കണം. തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലത്തെ പഞ്ചവടി പാലമെന്ന് അധിക്ഷേപിച്ചവരാണ് ഇപ്പോൾ ദേശീയപാത തകർന്നു വീഴുന്നതിൽ ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുന്നത്. ദേശീയപാതയിലെ അഴിമതി നിർമ്മിതികളാണ് ഓരോ ദിവസവും തകർന്നു വീഴുന്നത്. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നത്. ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പങ്കുണ്ട്. എഞ്ചിനീയറിംഗ് പിഴവുകൾ പരിശോധിക്കാനും അഴിമതി പുറത്തുകൊണ്ടുവരാനും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കിച്ചൺ ബിൻ പദ്ധതിയിൽ വൻ അഴിമതി നടന്നത്. കോടികളുടെ അഴിമതിയെന്ന ബി.ജെ.പി. ആരോപണം. അഴിമതിയും എഞ്ചിനീയറിംഗ് പിഴവും NH നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് എടുക്കുന്നവർ അപകടത്തിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണമെന്ന് പ്രതിപക്ഷം. തിരുവനന്തപുരം നഗരസഭയിലെ കിച്ചൺ ബിൻ പദ്ധതിയിൽ വൻ അഴിമതിയെന്ന ബി.ജെ.പി. 5000 ബിൻ മാത്രമാണ് വിതരണം ചെയ്തതെന്നും പിന്നീടത് 60,000 എന്ന് പെരുപ്പിച്ചു കാട്ടിയെന്നും ബി.ജെ.പി. ആരോപിച്ചു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. കോയമ്പത്തൂർ ആസ്ഥാനമായ ഒമേഗ എക്കോടെക് എന്ന സ്ഥാപനത്തിന് മാനദണ്ഡങ്ങളെല്ലാം മറികടന്നാണ് ടെൻഡർ നൽകിയതെന്നും ആരോപണ വിധേയരെ തന്നെ അന്വേഷണം ഏൽപ്പിച്ച് വിജിലൻസ് അന്വേഷണം പോലും വഴിതെറ്റിച്ചെന്നുമാണ് ബി.ജെ.പി. ആക്ഷേപിക്കുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ CPM നേതാക്കൾ കോടികൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നും വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തെളിവ് സഹിതം പുറത്തുവിടുമെന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനടക്കം നേതാക്കൾ നൽകുന്ന മുന്നറിയിപ്പ്.